ശരിക്കും പറഞ്ഞാൽ ഈ ഉത്തരേന്ത്യയിലും യു.പിയിലും അവിടെ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ ഈ മീഡിയകളും അതുപോലെ സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും ഒക്കെ വലിയ ബഹളം ഉണ്ടാക്കും. അവിടെ കൊച്ചുകുട്ടികൾ പ്രസവിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, വലിയ കാര്യമാണ്. പക്ഷേ കേരളത്തിൽ ഇതൊന്നും ചിരപരിചിതമായിരുന്നില്ല. അതിനൊരു സാമൂഹ്യമായ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു സാമൂഹ്യ ഇടപെടലുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് പരസ്പരം അറിയുമായിരുന്നു. അറിഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ അത് പോലീസ് കേസാകുമായിരുന്നു, എല്ലാമാണ്. ഇവിടെ ഇതാ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 14 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സിലേക്ക് കടക്കുന്ന കുട്ടി ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ 15 വയസ്സ് ആ കുട്ടി പ്രസവിച്ചത് ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 14ാം വയസ്സിൽ അല്ലെങ്കിൽ 14 വയസ്സ് കഴിഞ്ഞ് ഒരു മാസം കൂടെ 9 മാസമാണല്ലോ പ്രസവത്തിന്. 14 വയസ്സ് കഴിഞ്ഞ് ഒരു മാസം കൂടെ കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ഗർഭിണിയായിരിക്കുന്നു. എൻ്റെ സംശയം, ഞാൻ ആ കുഞ്ഞിനെ പീഡിപ്പിച്ചതാണെന്ന് പറയുന്നു, കുഞ്ഞ് പുറത്ത് പറഞ്ഞില്ല. അപ്പോൾ കുഞ്ഞ് പുറത്ത് പറഞ്ഞില്ല. പെൺകുട്ടികൾ ശ്രദ്ധിക്കണം, നിങ്ങളിത് പുറത്ത് പറയണം. 2, കുഞ്ഞിൻ്റെ അമ്മ ഇത് അറിഞ്ഞില്ലയോ? 10 മാസം കുഞ്ഞ് ഗർഭിണിയായിട്ട് കുഞ്ഞിൻ്റെ വയറൊക്കെ വലുതാവത്തില്ലയോ? സ്വന്തം എന്തെല്ലാം അസ്വസ്ഥതകൾ വരും. 10 മാസം ഒരു അമ്മയ്ക്ക്, മകളുടെ പ്രസവിച്ച അമ്മയ്ക്ക് മകളുടെ ഗർഭിണിയായ മകളുടെ അസ്വസ്ഥതകളും ശാരീരിക ഘടനയും മാസമുറ ഒരുപാട് കാര്യങ്ങളില്ലേ? ഇതൊന്നും ആ അമ്മ ശ്രദ്ധിച്ചില്ലേ? നാട്ടുകാർ ശ്രദ്ധിച്ചില്ലേ? സ്കൂളുകാർ ശ്രദ്ധിച്ചില്ലേ? ആരും ശ്രദ്ധിക്കാതെ അതീവ രഹസ്യമായി കാട്ടിപ്പോയി പ്രസവിച്ചു ആ പെൺകുട്ടി. എന്നിട്ട് ബന്ധുക്കൾ ആരെന്ന് പറയുന്നില്ല, ആരാണ് അമ്മ പറയുന്നില്ല. ഇപ്പം എന്താണ് സംഭവിക്കുന്നത്? അമ്മമാർക്കൊക്കെ അവർക്ക് ആശുവല്ലം മേടിച്ചിട്ടുണ്ടോ? അതോ പേടിച്ചിട്ടാണോ പുറത്ത് പറയാനാണെങ്കിൽ അബോർഷൻ വല്ലതും ചെയ്യാൻ പറ്റും, നോക്കില്ലായിരുന്നു. അബോർഷൻ ചെയ്യണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അല്ല അങ്ങനെയൊക്കെ ചിന്തിക്കില്ലായിരുന്നു ആളുകൾ. അപ്പോൾ ഇതല്ല പ്രസവിക്കട്ടെ എന്ന് വിചാരിച്ചോ? പ്രസവിക്കുകയാണെങ്കിൽ ഇത് ആരാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ? എന്തിനാണ് ഒരു കുഞ്ഞ് വന്നതിന് ശേഷം, പുറത്ത് വന്നതിന് ശേഷം അനാഥമായൊരു കുട്ടിയായി ആ കുട്ടിയും കൂടെ വളരുന്നു? എന്തൊരു നാടാണിത്? വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഒരു വശത്ത് ബാലവിവാഹം പോലുള്ള കാര്യങ്ങളുണ്ട്, വിവാഹപ്രായം കൂട്ടണം കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് വേറെ ചർച്ച നടക്കുന്നു, അതവിടെ നിൽക്കട്ടെ. കുട്ടി ബലാത്സംഗങ്ങൾ ഇപ്പോൾ വളരെ കൂടുതലാണ്. 7ാം ക്ലാസ്സിലെ കുട്ടി പ്രസവിക്കുന്നു, 10ാം ക്ലാസ്സിലെ കുട്ടി പ്രസവിക്കുന്നു, ബന്ധുക്കൾ പീഡിപ്പിക്കുന്നു. ഇത് ഏതോ ബന്ധുവാണ് കാസർഗോഡ് കാഞ്ഞങ്ങോട് ഇപ്പോൾ പീഡിപ്പിച്ചിരിക്കുന്നു പറയുന്നു. ഇനിയിപ്പോൾ എല്ലാ ബന്ധുക്കളും DNA പരിശോധന നടത്തണമെന്ന് പറയുന്നു. എന്തൊരു നാടാണിത്? എനിക്ക് ആ പെൺകുട്ടിയോട് ചിലപ്പോൾ ഭയപ്പെട്ടിട്ടായിരിക്കും പെൺകുട്ടി, പക്ഷേ ഭയപ്പെട്ടും 10 മാസം ആ കുട്ടി വെച്ചുകൊണ്ടിരുന്നില്ലേ? അപ്പോൾ ആ കുട്ടിയെ നമുക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റുമോ? ആ മാത്രമല്ല കുട്ടിയുടെ അമ്മ എന്തമ്മയാണിത്? അപ്പോൾ തന്നെ പോലീസ് പറയണ്ടേ? ആദ്യ മാസം തന്നെ കുഞ്ഞിനെ ഇത് കണ്ടുപിടിച്ച് അപ്പോൾ തന്നെ ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്ത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോവുകയൊക്കെ ചെയ്ത് പോലീസിൽ അറിയിക്കണ്ടേ? ഇനി നാട്ടുകാരില്ലേ? 10 മാസം നാട്ടുകാർ കണ്ടുകൊണ്ടിരുന്നു, ആ കുട്ടി പുറത്തിറങ്ങാറില്ലയോ? അതോ അവിടെ സ്കൂളിൽ പോകാറില്ലേ? സ്കൂളുകാർ അറിഞ്ഞില്ല, ഒരാളും അറിഞ്ഞില്ല കുഞ്ഞ് ഗർഭിണിയായത്. 10ാം മാസത്തിൽ പ്രസവിച്ചപ്പോഴാണ് എല്ലാവരും അറിയുന്നത്, ആ വരുന്നു പിടിച്ചോന്ന്. എന്തൊരു നാടാണിത്? വളരെ കഷ്ടമാണ്. പെൺകുട്ടികളുടെയൊക്കെ കാര്യം വളരെ മോശമാണ്. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയ തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാലൊക്കെ നന്മയുള്ളതുപോലെ തന്നെ തിന്മകളുമുണ്ട്. ഒരുപാട് അശ്ലീലങ്ങളുണ്ട്. കുട്ടികളെയും, ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയും, സ്കൂളിൽ പഠിക്കുന്നവരെയും ഉപദ്രവിക്കുന്ന, മുതിർന്നവർ ഉപദ്രവിക്കുന്ന ഒരുപാട് വീഡിയോസ് കിട്ടുന്ന ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. പണ്ട് കാലത്തൊരു സിനിമാ പടമൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ, ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിൽ സിനിമ എ പടം എന്നൊക്കെയാണ് പറയുന്നത്. എ സർട്ടിഫിക്കറ്റിൽ വരുന്ന പടം വരും. അത് ഏതെങ്കിലും തിയേറ്ററിലാണ് വരുന്നത്. വരുമ്പോൾ വളരെ ഒളിച്ചാണ് ആളുകൾ പോയി കാണുന്നത്. തലയിൽ മുണ്ടിട്ടുമൊക്കെയാണ് ചെറുപ്പക്കാരൊക്കെ പോയി കാണുന്നത്. ചെറുപ്പക്കാരുകൾ, പെൺകുട്ടികളാരും പോകാറില്ല, ആളുകളാണ് പോകുന്നത്. ചെറുപ്പക്കാരും ചില മധ്യവയസ്കരും ഒക്കെ പോകും. പക്ഷേ തലയിൽ മുണ്ടിട്ടാണ് പോരുന്നത്, കാണുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ സ്ഥിതി? എല്ലാം മൊബൈലിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ടിപ്പിൽ കിട്ടും, മെയിലിൽ കിട്ടും, വാട്സപ്പിൽ കിട്ടും. ആ കാലത്താണ് കുട്ടികൾ ജീവിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ജങ്ക് ഫുഡാണ് കഴിക്കുന്നത്. അതിനാവശ്യമായ വ്യായാമമില്ല. അപ്പം നല്ല ഫുഡ് കഴിക്കുന്നു, വ്യായാമമില്ല. ഈ പറഞ്ഞ പുരുഷന്മാരെല്ലാം കൂടി ബന്ധുമിത്രാദികളെന്നോ കുട്ടികളെന്നോ പ്രായവും ഒന്നുമില്ലാതെ വയസ്സായവരെ ബലാത്സംഗം ചെയ്യുന്നു. അവർ പിന്നെ പ്രസവിക്കുന്നില്ല, അസുഖം കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു, പ്രസവിക്കുന്നു. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇത് കാസർഗോഡ് കാഞ്ഞങ്ങാട്. ഇനിയിപ്പോൾ അന്വേഷണമായി ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ആ കുഞ്ഞും, ആ പ്രസവിച്ച കുഞ്ഞും ഇതൊക്കെ അനുഭവിക്കണം. അതിൻ്റെ DNA-യും രക്തമൊക്കെ എടുത്ത് പരിശോധിക്കും. ആ അമ്മ എന്ന് പറയുന്ന പെൺകുട്ടി, 10ാം ക്ലാസ്സിലെ പെൺകുട്ടിയും ഇതൊക്കെ അറിയണം. അതിൻ്റെ അമ്മയുണ്ട്. എന്തൊരു നാടാണിത്? 4 കാശിന് വേണ്ടി, കുറച്ച് പൈസയ്ക്ക് വേണ്ടി, അല്ലെ ബന്ധുമിത്രാദികൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തുന്നൊരു നാടായി മാറി. യാതൊരു സാമൂഹ്യ ബന്ധവുമില്ലാത്ത നാട്. എന്തൊരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും അവനവനിസത്തിലേക്ക് കുറഞ്ഞ് അവനവൻ്റെ സ്വന്തം കാര്യത്തിലേക്ക് നോക്കി അതുപോലും നോക്കാൻ അറിഞ്ഞിടാത്തൊരു സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നു, വീഡിയോ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലുള്ളവരുടെ ദുരന്തമാണ്, ഖേദകരമാണ്, പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉണ്ടായ സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ. പിന്നെ ഒരു ഭാഗ്യമുള്ളത്, കേരളത്തിൽ ഇത് ആരും പറയത്തില്ല ആരോട്. ഏതെങ്കിലും 1-2 ചാനലുകളിൽ ഇത് വരും എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിജിറ്റൽ മീഡിയയിൽ വരും എന്നുള്ളത് ഇത് കേരള സമൂഹം ചർച്ച ചെയ്യില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക്. ആമസോൺ കാർഡ് കത്തിയാൽ നമുക്കിവിടെ വലിയ ചർച്ചയാണ്. അതുപോലെ സൂംബ വലിയ ചർച്ചയാണ്. ഭാരതമാതാവിന് എന്ത് ചെയ്യണമെന്നുള്ള, നൂറ്റാണ്ടുകൾക്കുള്ള ഭാരതമാതാവിന് എന്ത് ചെയ്യണമെന്നുള്ള ചർച്ച, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കും. അവരുടെ കയ്യിൽ കൊടിയാണോ, അത് സ്ത്രീയാണോ, വനിതയാണോ, പുരുഷനാണോ, സാരി ചുറ്റിയതാണോ എന്നൊക്കെ പറഞ്ഞ് അത്തരം ചർച്ചകൾ നടത്തും. പക്ഷേ
സാമൂഹ്യമായ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ മലയാളിക്ക് സമയമില്ല, താല്പര്യവുമില്ല.